ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ വിശേഷം? സുഖാണോ? സുഖമായിരിക്കട്ടെ. എല്ലാവർക്കും സുഖവും സമാനവും സന്തോഷവും ആയുസ്സും ആരോഗ്യ ആഫിയത്തും ദീർഘായുസ്സും എല്ലാം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ കുടുംബത്തിനും ഉണ്ടായിരിക്കട്ടെ, ഞങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ നമ്മളിനി മുത്തായത്തിനേക്കും അത്തായത്തിനേക്കും ഒക്കെയുള്ള കറി വെക്കുക കേട്ടോ. ഇതൊക്കെയാണ്. ഇതിൽ മാങ്ങ ഞാൻ മുറിച്ചിട്ടിക്കണ്. നമ്മളെ മരത്തുമല മാങ്ങാണ്. അപ്പം അതിലേക്ക് ഉപ്പും കരിവേപ്പിൻ്റെയും പച്ചമുളകും ഇട്ടിക്കണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾ, മുളകും പൊടി, വലിയ ഉള്ളി, ഒരു ചെറിയ അത്ര വലിയ അല്ല, അതും കൂടെ അരിഞ്ഞിട്ടുകൊണ്ട് ഇതിലിട്ട് ആട്ടിയത് കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഇതൊന്ന് കഴുകാണ്ട് ലേശം കൂടെ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് എല്ലാം വേവിക്കും. അങ്ങനെ കേട്ടോ, കറിയൊക്കെ നല്ലോണം ഉപ്പൊക്കെ ഉണ്ട്. ഇനി മാങ്ങൻ്റെ പുളിയൊന്നും ഇതിൽ വന്നോളൂ. എല്ലാം തിളച്ച് വെന്തതിൻ്റെ ശേഷം അത് മൂടിയിട്ട് കൊടുക്കണം. എന്നതിൻ്റെ ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇതട്ടാ കറിയൊക്കെ എല്ലാം തിളച്ച് നമ്മൾ ഈ ഇലയും കൂടെ ഇതിലിട്ട് കൊടുക്കേണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കറിയൊക്കെ നമുക്കിപ്പോൾ പത്തിരിലേക്കും കൂട്ടാം, മുത്തായത്തിനേക്ക് പിന്നെ അത്തായത്തിനേക്കും എടുക്കാം. എനിക്ക് കുട്ടികളൊന്നും മീൻ കൂട്ടൂല, ഒരു പച്ചക്കറി ഇറച്ചൊക്കെ കൂട്ടുള്ളൂ. ഇതാ മക്കളെ, നമ്മളെ പത്തിരി ചുട്ടുകൊണ്ടിരിക്കുന്നു. ഒരു പത്തിരി ഇതാ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മറിച്ചിടുന്നു, ഇത് വേവട്ടെ. ഇതാ ചപ്പാത്തിയാണ് കേട്ടോ. പിള്ളേർക്ക് പത്തിരി, നമുക്ക് ചപ്പാത്തി. ഇതാ അതിൻ്റെ ചപ്പാത്തി. ഇതാ നേരത്തെ വെച്ച കറി മുത്തായത്തിന് കഴിക്കുന്നു. നമ്മൾ കോഴിമുട്ടൊക്കെ വെന്ത് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇങ്ങനെ നിൽക്കട്ടെ. കുറച്ച് ഞാൻ കൊണ്ടുവച്ചിട്ടോ. അത് ഞാൻ കുറച്ച് ഇതിൽ വെച്ചതാണ്. അപ്പോൾ പൊരിച്ച് കഴിഞ്ഞ് ഇത് കുട്ടികൾക്കുള്ള കറിയാട്ടോ. ഇറച്ചിക്കറിയാണിത്. എനിക്ക് മീൻ കറി ഉണ്ട്, ഞാൻ മീൻ കറി കൂട്ടും. എന്നിട്ടാ ചോറ് വിളമ്പാൻ പോവുകയാണ്. ഇറച്ചി പൊരിച്ചത്, ഇതിൻ്റെ മാങ്ങി മീനും ഇട്ട് വെച്ച കറി. എന്നിട്ടാ എൻ്റെ ചോറാണിത് മക്കളെ. ഇതാ മീൻ കറിയാണ് എൻ്റെത്. അങ്ങനെ നമ്മളെ നോമ്പ് ഇങ്ങനെ വിട പറയാൻ തുടങ്ങുന്നു മക്കളെ. ഭയങ്കര ടെൻഷനും വിഷമമുണ്ട്, നല്ല സന്തോഷമാണ്. നമ്മൾ അത്താഴത്തിന് എണീക്കലും വെക്കലും തിന്നലും രാവിലെ എല്ലാം ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതിനിപ്പോൾ ഇതാന്ന് പറയുമ്പോഴത്തേന് കഴിയൂലേ. ഇത്ര പെട്ടെന്നിപ്പോൾ എത്ര ആയി നോമ്പ് തന്നെ. പഠിച്ചോനെ അള്ളാഹുവേ, അടുത്ത കൊല്ലം എല്ലാ ജനങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിന് എനിക്കും നമുക്കെല്ലാവർക്കും നോമ്പ് പിടിക്കാൻ ഇനി അള്ളാഹു വിധി കൂട്ടി തരട്ടെ. ഈ സന്തോഷമൊന്നും നിലനിൽക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്.